നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോണ സ്റ്റോറി കവടി ഷെൽസിനെ പറ്റിയിട്ടാണ്. ഈ പ്രശ്നമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന കവടി ഷെൽസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട്. ഞങ്ങൾ കുട്ടിയാവുമ്പോൾ ഈ സമ്മർ വെക്കേഷനിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കസിൻസിനൊക്കെ ജൂണിൽ സ്കൂൾ തുറക്കും. അപ്പൊ പകൽ നേരം വളരെ ബോറടിയായിരുന്നു. ആ ബോറടി മാറ്റാൻ ഒന്നുകിൽ പറമ്പിൽ പോയി വല്ല പൂച്ചയോടോ പാറ്റയോടോ കളിക്കുക, അല്ലെങ്കിൽ മഞ്ചാടിക്കുരി പെറുക്കി അതുകൊണ്ട് കളിക്കുക, അതും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വല്ല പുസ്തകങ്ങളും വായിക്കുക. ഇതേ ഉണ്ടായിരുന്നുള്ളൂ പാസ്റ്റ് ടൈം. എൻ്റെ പ്രധാന തൊഴിൽ പുസ്തകങ്ങൾ വായിച്ച് അതിനെ നേരാവണ്ണം വെക്കുക, ഇതായിരുന്നു. അങ്ങനെ വായിച്ച ഒരു സ്റ്റോറിയാണിത്. കഥ ഇതാണ്: കാർത്തികേയര് അമ്മ കൊടുത്ത വേലുമായിട്ട് സൂര്യപത്മനെ വധിച്ച് തിരിച്ചു വരണ വഴിക്ക് ബ്രഹ്മാവ് ഇരുന്ന് എന്തോ വായിക്കണത്, കാര്യമായിട്ട് വായിക്കണു. അത് കണ്ടു. അപ്പൊ ചോദിച്ചു, ഇത് എന്താണ്? ഒരു ഓലക്കെട്ടായിരുന്നു കയ്യില്. എന്താ ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഈ 3 ലോകങ്ങളുടെയും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിക്കുകയാണ്. അതെന്തിനാ വായിക്കണേ? അപ്പൊ എനിക്ക് ഈ 3 ലോകങ്ങളും കീഴടക്കാലോ. അപ്പൊ കാർത്തികേയര് പറഞ്ഞു, ഈ ഒരു സൂര്യപത്മൻ എന്ന് പറഞ്ഞ അസുരനെ വധിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. ഞാൻ ജനിച്ചു വരേണ്ടി വന്നു, എന്നിട്ട് അമ്മ തന്ന വേലുമായിട്ട് എനിക്ക് വധിക്കേണ്ടി വന്നു പറഞ്ഞു. അപ്പൊ ഇതിന്റെ റൈറ്റ്ഫുൾ ഓണർ ഞാനാണല്ലോ ഈ ഓലക്കെട്ടിന്റെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിന്റെ അത് മേടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു. കൈലാസത്തിലെത്തിയപ്പോ വായിച്ചുകൊണ്ട് പോവായിരുന്നു, പക്ഷെ മുഴുമിച്ചിട്ടില്ല. അപ്പൊ അച്ഛനെ കണ്ടു. അച്ഛനെ തൊട്ടു വഴങ്ങി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിത് ബ്രഹ്മാവിന്റെ മേടിച്ചു കൊണ്ടുവന്നു. ഇതില് ഈ 3 ലോകങ്ങളുടെയും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഉണ്ട്. അപ്പോ എനിക്ക് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാം, അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ കാർത്തികേയരുടെ ഇന്റൻഷൻ വാസ് വെരി പ്യുവർ ആൻഡ് വെരി ക്ലിയർ. ഹി വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദ 3 വേൾഡ്സ്. പക്ഷെ അച്ഛനായ പരമശിവൻ, അദ്ദേഹത്തിന് എല്ലാം അറിയാലോ. പവർ കറപ്റ്റ്സ്. ആരാണോ പവർ കിട്ടിയത് അവരത് മിസ്യൂസ് ചെയ്യും. അപ്പോ പരമശിവൻ എന്ത് ചെയ്തു? കാർത്തികേയരുടെ കയ്യിൽ നിന്നും ഈ ഓലക്കെട്ട് മേടിച്ച് നേരെ സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിൽ ആരാണിത് ഗ്രഹിച്ചത്? നമ്മുടെ കവടികള്. അപ്പൊ കവടി ഷെൽസിന് ആ വിവരം മുഴുവൻ കിട്ടി. ആ ഓലകളിൽ ഉണ്ടായിരുന്ന ഫുൾ വിവരം കവടികൾക്ക് കിട്ടി. പക്ഷേ ഈ 3 ലോകങ്ങളിലും ഒറ്റ ഒരു മനുഷ്യന്, ഇൻക്ലൂഡിങ് നമ്മുടെ കാർത്തികേയ ഭഗവാൻ, 100% വിവരമില്ല പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആസ്ട്രോളജർക്കൊന്നും 100% നമുക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റാത്തത്. 100% ഇൻഫർമേഷൻ തന്ന് ആരെപ്പോഴാ മരിക്കണേന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കലഹം നിറയും. സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കൂ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.